അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുക എന്നത്. ദാനധർമ്മങ്ങളെ പണ്ഡിതന്മാർ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നിർബന്ധ ദാനമാണ്, അഥവാ സക്കാത്ത്. സക്കാത്ത് നമ്മുടെ സമ്പത്ത് ഒരു നിശ്ചിത പരിധിയിലെത്തുമ്പോൾ പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയാണ്. നമ്മുടെ അവകാശമല്ല, അത് പാവങ്ങളുടെ അർഹിച്ച സ്വത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ചില ആളുകളൊക്കെ നമസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പലപ്പോഴും സക്കാത്തിന് കൊടുത്ത് കാണുന്നില്ല. എന്നാൽ സലഫുകൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ 3 ഇണകളുണ്ട്, ജോഡികളുണ്ട്. അതിൽ ഒന്നൊഴിവാക്കി മറ്റൊന്നെടുത്താൽ രണ്ടും സ്വീകരിക്കുകയില്ല എന്നാണ്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനെ ആരാധിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നാണ്. അതിലേതെങ്കിലും ഒന്നൊഴിവാക്കിയാൽ രണ്ടുകൊണ്ടും കാര്യമില്ല. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞത് നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക എന്നതാണ്. നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. മൂന്നാമത്തേത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ അനുസരിക്കുകയും പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടാനിരിക്കുന്നത് നരകമാണ്. സുഹൃത്തുക്കളെ, ദാനധർമ്മം, സ്വതക്ക ഐച്ഛികമായ ദാനധർമ്മമാണ്. അതും കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. യഥാർത്ഥത്തിൽ നാം ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ സമ്പത്ത് ഒരിക്കലും ചുരുങ്ങി പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? മാ നഖസത് സദഖത്തും മിൻ മാൽ. ഒരാളും ദാനം ചെയ്തതിൻ്റെ പേരിൽ അവൻ്റെ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല എന്നാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ, ഏതൊരു അടിമയും നേരം പുലരുമ്പോൾ അവൻ്റെ അരിക്കൽ 2 മലക്കുകൾ വരും. ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹു മഅതി മുൻഫിക്കൻ ഖലഫ, അല്ലാഹുവേ ഇയാൾ ചെലവഴിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ കൂടുതൽ കൊടുക്കണേ എന്നാണ്. എന്നാൽ രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥന അല്ലാഹു മഅതി മുംസിക്കൻ തലഫ, അല്ലാഹുവേ ഇയാൾ പിടിച്ചു വെക്കുന്ന ആളാണെങ്കിൽ, പിശുക്ക് കാണിക്കുന്നവനാണെങ്കിൽ ഉള്ളതും നശിപ്പിക്കണേ എന്നാണ്. അതിനാൽ നമ്മൾ ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുകയും ഒന്നാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് നാം അർഹത നേടുകയും ചെയ്യുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.